പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കരുണയുടെ നൊവേനയുടെ രണ്ടാമത്തെ ദിനത്തിലേക്ക് കർത്താവ് നമ്മെ ആനയിച്ചിരിക്കുകയാണ്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയും. ഇന്ന് കർത്താവിന്റെ വലിയ ആഗ്രഹം, കർത്താവിന്റെ കരുണയിലേക്ക് നമ്മളോട് കൊണ്ടുവന്ന് സമർപ്പിക്കാൻ പറഞ്ഞിരിക്കുന്ന ആത്മാക്കള്, എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും ആത്മാക്കളെ എന്റെ കരുണക്കടലിലേക്ക്, എന്റെ കരുണാർദ്ര ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഈശോ പറഞ്ഞിട്ടുണ്ട്, എന്റെ കരുണ അനേകരിലേക്ക് എത്തിക്കേണ്ട കരുണയുടെ കൈവഴികളാണ് എന്റെ വൈദികരും സന്യസ്തരുമെന്ന് ഈശോ പറയണം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി നിങ്ങൾ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി, കർത്താവിന്റെ കരുണയുടെ മഹാസാഗരത്തിൽ നിന്ന് ആ കരുണ അനേകരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ദൈവം വേർതിരിച്ച കരുണയുടെ കൈവഴികളാണ് വൈദികരും സന്യസ്തരുമെന്ന് ഈശോ പറയുകയാണ്. ഈശോ പറഞ്ഞത്, ഈശോയെ ആശ്വസിപ്പിക്കുന്നത് അവരാണ്. എന്നാൽ ഇന്ന് ഈശോയുടെ വലിയൊരു വേദന, ഞാൻ ഇൻസിനോ ജേസു എന്നൊരു പുസ്തകം നിങ്ങൾക്ക് പരിചയമായിരിക്കും. ഇൻസിനോ ജേസു എന്ന് പറഞ്ഞാല് കർത്താവിന്റെ വക്ഷത്തിൽ ആയിരിക്കുന്ന യോഹന്നാനെ പോലെ വിളിക്കപ്പെട്ട വൈദികരും സന്യസ്തരും കർത്താവിന്റെ കൂടെ ആയിരിക്കാനുള്ള വലിയ ആഗ്രഹത്തോടെ ഒരു ബെനഡിക്റ്റൻ സന്യാസിക്ക് ഈശോ ഹൃദയം തുറന്ന് വെളിപ്പെടുത്തിയ ചില പ്രാർത്ഥനകളും ആഹ്വാനങ്ങളും ഒക്കെയാണ് ഈ ഇൻസിനോ ജേസു എന്ന പുസ്തകത്തിന്റെ എല്ലാ കാര്യങ്ങളും, സന്ദേശങ്ങളും. അവിടെ ഈശോ പറഞ്ഞത്, എന്റെ വൈദികരെ ഞാൻ വിളിച്ചത് എന്നോട് കൂടെ ഇരിക്കാനാ. എന്റെ കൂടെ ഇരുന്ന് എന്റെ കരുണ സ്വന്തമാക്കി അനേക മക്കൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ഞാൻ വിളിച്ച വൈദികരും സന്യസ്തരും എന്റെ കൂടെ ഇരിക്കാത്ത ഈശോയുടെ വേദന. ഇവിടെ മക്കളെ, ഇന്ന് നമുക്കറിയാം ഒത്തിരിയേറെ വൈദികരെ സന്യസ്തരെ കർത്താവ് വിളിച്ചിട്ടുണ്ട്. 4 ലക്ഷത്തിലേറെ വൈദികരും 8-9 ലക്ഷത്തോളം സന്യസ്തരും സന്യാസിമാരും ഉൾപ്പെടെ എല്ലാവരാൽ നിറയപ്പെട്ട ഒരു സഭയാണ് നമ്മുടെ സഭ. ഈശോ ഞങ്ങളെയൊക്കെ വിളിച്ചത് കർത്താവിന്റെ കരുണയുടെ കൈവഴികളാകാൻ വേണ്ടിയാ. പക്ഷെ ഇന്ന് വേദനയോടെ ഈശോ പറയുന്നുണ്ട്, എന്റെ മക്കള് എന്റെ കൂടെ ഇരിക്കുന്നില്ല.
എന്റെ കരുണ കൂടെ ഇരിക്കാൻ മനസ്സില്ലാത്ത വൈദികരും സന്യസ്തരും, നമുക്കറിയാം അനേകം വൈദികര്, അനേകം സന്യസ്തര് വിളിക്കപ്പെട്ടിട്ട് ഈ ദൗത്യം മറന്ന് കർത്താവിന്റെ കരുണയുടെ കൈവഴികളാകേണ്ടവര് കർത്താവിന്റെ കൂടെ ഇരിക്കാതെ എങ്ങനെ കരുണ ലഭിക്കും? പ്രാർത്ഥനയില്ലാത്ത അവസ്ഥയില് ദൈവകരുണ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആ കരുണയുടെ നിലയില്ലാത്ത കടലിൽ നിന്ന് ആ കരുണ സ്വന്തമാക്കി അനേകരിലേക്ക് എത്തിക്കേണ്ട ആ ദൗത്യം മറന്നുകൊണ്ട് മറ്റു പല വ്യാപാരങ്ങളില്, മറ്റു പല കാര്യങ്ങളില് വിളിക്കപ്പെട്ട ദൗത്യം പൂർത്തിയാക്കാതെ ജീവിക്കുന്ന അനേകം പേരുണ്ട്. ഇന്ന് ചിലപ്പോഴെങ്കിലും ദൈവവിളി കുറഞ്ഞു എന്ന് പരാതിപ്പെട്ട് കന്യാസ്ത്രീമാരും അച്ഛന്മാരും വേദനിക്കുന്നു. ഇന്ന് പല സന്യാസ ഭവനങ്ങളും കൂട്ടപ്പെടുന്നു, ദൈവവിളി കുറഞ്ഞു. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, ദൈവം വിളിച്ച വിളി പൂർത്തിയാക്കിയാലേ ദൈവം വിളിക്കത്തുള്ളൂ. ഇത് ദൈവവിളിയാണ്, അല്ലാണ്ട് ആരും ആഗ്രഹിച്ചിട്ടോ ആരും തീരുമാനിച്ചിട്ട് വരുന്നില്ല. ദൈവം വിളിക്കണം. ദൈവം വിളിച്ച വിളിയുടെ ദൗത്യം പൂർത്തീകരിക്കാതെ പോയത് കൊണ്ടാണ് ഇന്ന് വൈദികരിലേക്കുള്ള സന്യസ്തരിലേക്കുള്ള ദൈവവിളി കുറയുന്നതെന്ന് ചിലപ്പോഴെങ്കിലും ഞാൻ പറയാറുണ്ട് മക്കളെ. അതുകൊണ്ട് നമുക്ക് ഇന്ന് പ്രത്യേകമായ വിധം പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കുറഞ്ഞു പോയ മേഖലയിൽ, ദിവികാരന്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റാത്ത വേദനയിൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു അച്ഛനോട് പറഞ്ഞു, അച്ഛനോട് കൂടിയിരിക്കും. ഒത്തിരി വേദനകളും പ്രശ്നങ്ങളും ബലഹീനതകളൊക്കെ ഉണ്ട്. നമുക്കൊക്കെ ബലഹീനതയുണ്ട്, കുറവുണ്ട്, എല്ലാം ഉണ്ട്. പ്രാർത്ഥനയാണ്. കർത്താവിന്റെ കൂടെ ഇരുന്ന് ഈശോ പറഞ്ഞത് അവർക്ക് വേണ്ട സ്നേഹം, സമാധാനം, സന്തോഷം, സൗഹൃദം എല്ലാം ഞാൻ തരും. ആ ഇൻസുലിൻ ജോസഫ് പുസ്തകം വായിക്കുമ്പോ ഈശോ പറയാ, എന്റെ പുരോഹിതർക്ക് വേണ്ട, എന്റെ സന്യസ്തർക്ക് വേണ്ട, ഞാൻ വിളിച്ച എന്റെ കരുണയുടെ കൈവഴികളായ മക്കൾക്ക് വേണ്ട എല്ലാം ഞാൻ കൊടുക്കും. അതെല്ലാം ദിവ്യകാരുണ്യത്തില് ഈശോ നിറച്ചു വച്ചിട്ടുണ്ട്. ഈശോയുടെ കൂടെ ഇരിക്കാൻ ഓർക്കുന്നുണ്ട്. അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. പിന്നീട് കേൾക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അദ്ദേഹത്തെ കുറിച്ച് കേൾക്കാനിടയായി. ഞാൻ പറഞ്ഞു വരിക, നമ്മുടെ ബലം പ്രാർത്ഥനയാണ്. വൈദികരുടെ ബലം, സന്യസ്തരുടെ ബലം വേറെ ഒന്നുമില്ല. PhD അല്ല, ഡോക്ടറേറ്റ് അല്ല, സ്ഥാനമാനങ്ങളല്ല, ഉദ്യോഗസ്ഥ കൂട്ടായ്മയല്ല, ബിസിനസ്സുകളല്ല, സ്കൂളുകളല്ല, ആശുപത്രികളില്ല, ഈ ലോകത്തിലെ ഒരു പ്രസ്ഥാനവുമില്ല. വൈദികരുടെയും സന്യസ്തരുടെയും ബലം ദിവ്യകാരുണ്യ ഈശോയാണ്, കർത്താവിന്റെ കരുണയാണ്. അത് ലഭിക്കണമെങ്കിൽ കർത്താവിന്റെ കൂടെ ഇരിക്കണം. മണിക്കൂറുകള് ജോൺ മരിയ വിയാനിയെ പോലെ, ഒത്തിരി മഹാവിശുദ്ധരെ പോലെ കർത്താവിന്റെ കൂടെ ഇരുന്ന് 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 ഈ മഹാകരുണ, കുരിശിൽ പൂർത്തീകരിച്ച കരുണ, ആ മഹത്വത്തിന്റെ സമ്പന്നത അത് ആവാഹിച്ചെടുത്ത് ലോകം മുഴുവനിലേക്കും എത്തിക്കേണ്ട കരുണയുടെ കൈവഴികളാണ് വൈദികര്. എന്നാൽ ഇന്ന് വേദനയോടെ പറയട്ടെ, കൈവഴികൾ അടയ്ക്കപ്പെട്ട് കിടക്കുന്ന ഒരു ഗതികെട്ട അവസ്ഥയുണ്ട് മക്കളെ. കൈവഴികൾ അടഞ്ഞാ പിന്നെ എങ്ങനെ ഈ കരുണ എത്തേണ്ടടുത്ത് എത്തിപ്പോകും? കനാലിൽ നിന്ന് ചില തോടുകളിലൂടെ വെള്ളം ഓരോ സ്ഥലങ്ങളിലേക്കും എത്തണം. പാടത്തരിക്ക്, കണ്ടങ്ങളിലേക്ക്, ഇടങ്ങളിലേക്ക്, പറമ്പുകളിലേക്ക് ഒഴുകിയെത്തണം. ആ കൈവഴി അടഞ്ഞു പോയാൽ പിന്നെ എങ്ങനെ വെള്ളം ഒഴുകിയെത്തും? ഇന്ന് ഇതാണ് ലോകത്തിന് സംഭവിച്ചിരിക്കുന്ന വലിയ ദുരന്തം. കർത്താവ് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി കുരിശിൽ രക്ഷാകര പ്രവൃത്തി പൂർത്തിയാക്കി ആ കരുണ അനേകരിലേക്ക് എത്തിക്കാൻ വേണ്ടി കത്തോലിക്ക സഭയെ വിളിച്ചു. വൈദികര്, മെത്രാന്മാര്, സന്യസ്തര്, ഇവരൊക്കെ വിളിച്ചത് വേറെ ഒന്നിനും വേണ്ടിയല്ല. കർത്താവിന്റെ ഈ കരുണ, ഈ മഹത്വത്തിന്റെ സമ്പന്നത ലോകം മുഴുവനിലേക്കും എത്തിക്കാൻ വേണ്ടിയാ. ദൗത്യം മറന്നുപോയ ഒരു ഗതികേടുണ്ട് മക്കളെ. അതുകൊണ്ട് ഈ രണ്ടാമത്തെ ദിവസം ഈശോ തന്നെ പറയാണ്, എന്റെ വൈദികരെ, എന്റെ സന്യസ്തരെ നിങ്ങൾ ഈ കരുണക്കടലിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ വൈദികർക്ക് വേണ്ടി, ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം പിശാച് ഈ കരുണ ലോകം മുഴുവനും എത്താൻ പാടില്ലെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വൈദികരെ, സന്യസ്തരെ അടച്ചു വച്ചിട്ടുണ്ട്. അത് ഭയങ്കര പൈശാചിക തന്ത്രം അവന് വിജയിച്ച പോലെയാണ്. അതുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈശോ പറഞ്ഞ പ്രാർത്ഥിക്ക്, കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവിനെ ആശ്വസിപ്പിക്കാൻ, കർത്താവിന്റെ കരുണ അനേകരിലേക്ക് എത്തിക്കാൻ കൈവഴികളാക്കി വീണ്ടും തുറക്കണമേ. കൈവഴികൾ തുറന്നാൽ കരുണ ലോകം മുഴുവനും ഒഴുകിയെത്തും. ഇന്ന് ലോകത്ത് യുദ്ധങ്ങൾ ഏറുമ്പോ, പ്രശ്നങ്ങൾ ഏറുമ്പോ
പൈശാചിക ശക്തികൾ വർദ്ധിച്ചു വരുമ്പോ ഒരു കാര്യം ഓർക്കണം, ഈ കരുണ എത്തിക്കേണ്ടവർ എത്തിക്കാതെ പോയതിന്റെ ഗതികേടാണ്, നാശമാണ്, വരൾച്ചയാണ്, ഇല്ലായ്മയാണ് ഈ തകർച്ചയുടെ കാരണമെന്ന് നിഷ്പക്ഷമായിട്ട് കർത്താവിന്റെ സന്നദ്ധിയിൽ ഇരുന്ന് ചിന്തിച്ചാൽ നമുക്ക് ചങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ദൗത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ രണ്ടാം ദിനത്തില് നമുക്ക് കർത്താവിന്റെ മഹാകരുണയിലേക്ക് എല്ലാ വൈദികരെയും സന്യസ്തരെയും സമർപ്പിച്ചുകൊണ്ട് മാർപ്പാപ്പ, കർദിനാൾമാര്, അഭിവന്യ പിതാക്കന്മാര്, വൈദികര്, സന്യാസിമാര് എല്ലാം സമർപ്പിക്കാം. നമ്മുടെ പ്രസ്ഥാനങ്ങള് എല്ലാം കരുണയുടെ ഒത്തൊഴുക്കുള്ള സ്ഥലങ്ങളായിട്ട് മാറുന്ന നമ്മുടെ നഴ്സുമാരെ സമരമൊക്കെ വരുമ്പോ സങ്കടമുണ്ട്. നഴ്സുമാരെ കാര്യം ഓർക്കുമ്പോ ആ പാവപ്പെട്ട മക്കള് ഈ പൊരി വെയിലത്തും ഈ ദുഃഖ വെള്ളിയിലും ഈ ദുഃഖ ശനിയിലും ഈസ്റ്റർ ദിനങ്ങളിലുമൊക്കെ കൊടുഞ്ചോടും കൊണ്ട് സമരം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ അവർക്ക് ന്യായമായ അർഹമായ വേതനം കിട്ടാത്തത് കൊണ്ടല്ലേ ഒരു വേദന. കരുണയുടെ കൈവഴികളായിട്ട് മാറേണ്ട നമ്മുടെ പല മേഖലകളും അടഞ്ഞുപോയ കരുണയുടെ ഇടങ്ങളായിട്ട് മാറുകയും അതിന്റെ വേദന, അതിന്റെ മുറിവ് അനേക മക്കളിലേക്ക് ഒത്തിരിയേറെ നൊമ്പരങ്ങളായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒറ്റ വഴിയുള്ളൂ, കർത്താവിന്റെ കരുണയിലേക്ക് തിരിയണം. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. രണ്ടാം ദിനത്തിലെ നൊവേനയുടെ ദിവ്യമായ രഹസ്യം കർത്താവ് പറയുന്നത് നമുക്ക് കേട്ട് സ്വീകരിച്ച് അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാം ദിവസം ഇന്ന് സകല വൈദികരുടെയും സന്യസ്തരുടെയും ആത്മാക്കളെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. അവരെ ആഴമളക്കാനാവാത്ത എന്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. എന്റെ കൈപ്പേറിയ പീഡനങ്ങൾ സഹിക്കുന്നതിനുള്ള ശക്തി അവരാണ് എനിക്ക് നൽകിയത്. കൈവഴികളിലൂടെ വെള്ളം വിതരണം ചെയ്യപ്പെടുന്ന പോലെ അവരിലൂടെ എന്റെ കരുണ ഞാൻ മനുഷ്യകുലത്തിന് നൽകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും കരുണയുള്ള ഈശോയെ, എല്ലാ നന്മകളുടെയും ഉറവിടമേ, അങ്ങയുടെ പ്രസാദവരങ്ങൾ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുവാനും അത് കാണുന്നവരെല്ലാം സ്വർഗത്തിലുള്ള കരുണയുടെ പിതാവിനെ പുകഴ്ത്തുവാനും ഇടവരട്ടെ. നിത്യനായ പിതാവേ, കരുണാർദ്രമായ അങ്ങയുടെ കണ്ണുകൾ അങ്ങയുടെ മുന്തിരിത്തോപ്പിലെ തിരഞ്ഞെടുക്കപ്പെട്ട വേലക്കാരായ വൈദികരുടെയും സന്യാസികളുടെയും നേർക്ക് തിരിക്കണമേ. ശക്തിദായകങ്ങളായ അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ വലയം ചെയ്യണമേ. അങ്ങയുടെ തിരുക്കുമാരന്റെ തിരുഹൃദയത്തോടുള്ള സ്നേഹത്താൽ മുദ്രിതമാക്കിയിരിക്കുന്ന അവർക്ക് അങ്ങയുടെ ശക്തിയും പ്രകാശവും പ്രദാനം ചെയ്യണമേ. അതുവഴി അവർ മറ്റുള്ളവരെയും രക്ഷയുടെ മാർഗത്തിലേക്ക് ആനയിക്കുന്നതിനും ഏക സ്വരത്തിൽ അങ്ങയുടെ അളവില്ലാത്ത കരുണയെ അനവരതം പാടി പുകഴ്ത്തുന്നതിനും ഇടയാകട്ടെ. ആമേൻ. എല്ലാ വൈദികരെയും എല്ലാ സന്യസ്തരെയും കർത്താവിന്റെ കരുണാർദ്ര ഹൃദയത്തിലേക്ക് നമുക്ക് ചേർത്ത് പിടിക്കാം. ഒപ്പം എല്ലാ വൈദികർക്കും എല്ലാ സന്യസ്തർക്കും ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് കുരിശിലെ ബലി അർപ്പിച്ച് കർത്താവിന്റെ കരുണയാൽ നിറയപ്പെട്ട് ലോകം മുഴുവനിലും ഇന്ന് ഒത്തിരിയേറെ രാജ്യങ്ങളില് ഒത്തിരിയേറെ സ്ഥലങ്ങളില് വൈദികരുടെ സാന്നിധ്യമുണ്ട്. അവരിലൂടെ മറ്റൊന്നുമല്ല, കർത്താവിന്റെ കരുണ കൈവഴികളിലൂടെ എന്ന പോലെ അവരിലൂടെ കർത്താവിന്റെ കരുണ അവരായിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഒഴുകിയിറങ്ങാൻ ഇടയാകത്തക്ക വിധം കരുണയുടെ കൈവഴികളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം അതിൽ വന്നുപോയ വീഴ്ചകള്, പോരായ്മകള്, കുറവുകള്, വിളിക്കപ്പെട്ടിട്ട് പ്രാർത്ഥനയില്ല, ഉദാശ ജീവിതമില്ല, ലോകാരൂപിക്ക് അടിമപ്പെട്ട് കൈവഴികൾ അടയ്ക്കപ്പെട്ട് കരുണയ്ക്ക് പകരം വെറുപ്പ് വിദ്വേഷമൊക്കെ പടർത്തി കർത്താവിന്റെ സ്നേഹത്തിന് വിരുദ്ധമായ ജീവിതം ജീവിക്കുന്ന എല്ലാ മേഖലകളെയും ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ടും കർത്താവിന്റെ പീഡാസഹനങ്ങളുടെ യോഗ്യതയില് കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ,
ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മുടെ വൈദികരെയും സന്യസ്തരെയും ഒക്കെ സമർപ്പിച്ച് ദൈവത്തിന്റെ വലിയ കരുണ അവരിൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ വന്നുപോയ വീഴ്ചകൾ, കുറവുകൾ പിശാചി ബന്ധിച്ചിടാൻ ഞാൻ ഓർക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. മക്കളെ, നമ്മുടെ വൈദികര്, നമ്മുടെ സന്യസ്തര് ഈ കർത്താവിന്റെ മനസ്സറിഞ്ഞ് ആ കരുണ സ്വന്തമാക്കി ഈശോയുടെ കൂടെ ഇരുന്ന് ആ കരുണയുടെ കൈവഴികളായിട്ട് മാറിയിരുന്നെങ്കിൽ ഒരു ശക്തിക്ക് നമ്മെ ലോകത്തെ തൊടാൻ പറ്റില്ല. ലോകത്തെ ആ കരുണ ഒഴുകേണ്ട പോലെ കൈവഴികളിലൂടെ ഒഴുകണം. അതിന് പറ്റാതെ പോയി. ഒരു വേദനയുണ്ട് അക്കാര്യത്തിൽ, ഒന്നുപോയ വീഴ്ച. അതുകൊണ്ട് ഇന്ന് ഈ കാലഘട്ടത്തില് ദൈവത്തിന്റെ കരുണയുടെ അവസാന മണിക്കൂറിലേക്കൊക്കെ നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. തിന്മ അതുപോലെ ഏറുന്നു, അന്ധകാര പ്രവൃത്തികൾ അതുപോലെ ശക്തി പ്രാപിക്കുന്നു. ഇരുട്ടിലേക്ക് അനേക മക്കള് പടിയിറങ്ങി പോകുന്നു. അപകട മരണങ്ങള്, ദുർമരണങ്ങള്, വഴിപിഴച്ച ജീവിതങ്ങള്. എന്തുകൊണ്ടാ മക്കളെ? കർത്താവിന്റെ കരുണ ഒഴുകി എത്താത്തത് കൊണ്ടാണ്. അതിന്റെ കാരണം ആരാ? അതിന്റെ കാരണം നമ്മൾ ഓരോരുത്തരുമാണ്. വൈദികര്, സന്യസ്തര്, ഇത് സ്വീകരിച്ച മക്കള് ഈ കരുണ ഒഴുക്കുന്നില്ല. അത് ഭയങ്കര സങ്കട മക്കളെ. അതുകൊണ്ട് ഇന്ന് ഈ കാലഘട്ടത്തില് അനേക മക്കൾ വഴിതെറ്റി പോകുന്ന യുവമക്കള്, ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ യുവമക്കളിലേക്കൊക്കെ കർത്താവിന്റെ കരുണ ഒന്ന് ഒഴുകി ഇറങ്ങിയിരുന്നെങ്കിൽ നമ്മുടെ മക്കളൊന്നും തെറ്റിപ്പോയില്ല, നമ്മുടെ കുടുംബങ്ങള്. അതുകൊണ്ട് ഞാൻ പറയാറുണ്ടല്ലോ, ഒരു 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഉദാശം വിട്ട്, പള്ളിയും വിട്ട്, വിശുദ്ധ കുർബാനയും വിട്ടൊക്കെ പടിയിറങ്ങി പോകുന്ന മക്കൾ എന്തുകൊണ്ടാ? ഈ കരുണ ആ മക്കളിലേക്ക് ഒഴുക്കി കൊടുക്കേണ്ട പോലെ ഒഴുക്കി കൊടുക്കാൻ നമ്മുടെ വൈദികര്, സന്യസ്തര്, കന്യാസ്ത്രീമാര്, നമ്മുടെ അപ്പന്മാര്, അമ്മമാര്, അത് നിയോഗിക്കപ്പെട്ടവര് അതിൽ തോറ്റുപോയി. അതുകൊണ്ട് ഇത് നിസ്സാര കാര്യമല്ല. നമ്മുടെ ജീവനാണ്
നമ്മുടെ രക്ഷയാണ്. കർത്താവിന്റെ കരുണ കൈവഴികളിലൂടെ അനേകരിലേക്ക് എത്തിക്കണം. അത് ഈശോ ഏൽപ്പിച്ച ദൗത്യമാണ്. കർത്താവ് ഏൽപ്പിച്ച ദൗത്യം അതാണ്. അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നല്ല ജോലി കിട്ടും, പഠിച്ചോളും, എല്ലാം നടന്നോളും. പക്ഷെ അത് വിട്ടിട്ട് ജോലിക്ക് വേണ്ടി ഇന്ന് ആളുകൾ, ഞാൻ പറഞ്ഞ കുറെ പറയാനുണ്ട് മക്കളെ, വേദനയോടുകൂടി ഇത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ബാക്കി കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മക്കളെ വിദേശത്തേക്ക് കയറ്റിവിടാൻ, മക്കൾക്ക് ജോലി കൊടുക്കാൻ, വിദ്യാഭ്യാസം, ഇതൊക്കെ വേണം. പക്ഷേ ആത്യന്തികമായ അടിസ്ഥാനപരമായ ദൗത്യം വൈദികരുടെയും സന്യസ്തരുടെയും വേറെ ഒന്നുമല്ല. ഈശോ പറഞ്ഞു, എന്റെ കരുണ അനേകരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന കൈവഴികളാകണം എന്റെ വൈദികര്, അഭിവന്യ പിതാക്കന്മാര്, പരിശുദ്ധ പിതാവ്, കന്യാസ്ത്രീമാര്, സന്യാസ ഭവനങ്ങള്, സന്യാസിമാര്. അത് തോറ്റതാണ് നമ്മുടെ ലോകത്തിന്റെ തന്നെ നാശത്തിന്റെ കാരണം. നമ്മുടെ പിഴയാണ്, നമ്മുടെ തെറ്റ്. കരുണയ്ക്ക് പ്രാർത്ഥിക്കാം. വലിയൊരു മാറ്റം ഈ കാലഘട്ടത്തിൽ വൈദികരിലും സന്യസ്തരിലും അഭിവന്യ പിതാക്കന്മാരിലും ഒക്കെ സംജാതമാകണം. നമ്മുടെ കുടുംബങ്ങളിൽ സംജാതമാകണം. വിളിക്കപ്പെട്ട മാതാപിതാക്കളിൽ സംജാതമാകണം. ക്രൈസ്തവ കുടുംബങ്ങളിൽ സംജാതമാകണം. ഇടവകകളില്, ഉദാശകളില് സംജാതമാകണം. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ വലിയ നിയോഗം, കരുണ ജപമാലയും മറ്റെല്ലാ പ്രാർത്ഥനകളും ഇതിനു വേണ്ടി ആയിരിക്കട്ടെ. അനുഗ്രഹിക്കട്ടെ മക്കളെ.